കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടതെന്ന് അറിയാം. അതുപോലെ ഓഗ്മെൻറ്റ് മെട്രിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ അതുപോലെ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 3 സ്റ്റെപ്സ് അറിയണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയിട്ട് എഴുതണം. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്താണ്? ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കൂടെ റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിനെ പറയുന്നതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് സ്റ്റെപ്പാണ് തന്നിരിക്കുന്ന ഗിവൺ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് അപ്പർ ട്രയാങ്കുലർ ഫോം ആക്കി മാറ്റണം. ഈ അപ്പർ ട്രയാങ്കുലർ ഫോം എന്താണ്? അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം സീറോ ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിനെ പറയുന്നതാണ് അപ്പർ ട്രയാങ്കുലർ ഫോം. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഗിവൺ മെട്രിക്സ് ഫോമിലാക്കണം. A=B. അത് സോൾവ് ചെയ്ത് നമ്പർ ഓഫ് അൺനോൺസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് 4x - 6y =-11 -3x + 8y = 10. അപ്പോൾ ഇത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ഫോമാണ്. നമുക്ക് ആദ്യം ഇതിനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതണം. A=B. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്പർ ഓഫ് അൺനോൺസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എ. ഇനി ക്യാപിറ്റൽ എക്സ് ആണെങ്കിലോ ഇതിൽ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇനി ക്യാപിറ്റൽ ബി ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് അൺനോൺസിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 4ഉം -6 ആണ്. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണെങ്കിലോ നമ്പർ ഓഫ് അൺനോൺസിൻ്റെ -3 8 ആണ്. ഇനി നമ്പർ ഓഫ് അൺനോൺസ് ഇതിൽ എക്സും വൈയും ആണ്. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ആണ് -11 10. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് ഫോമിൽ എഴുതുന്നത്. ഇനി അതിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത് എയിലുള്ള മെട്രിക്സ് കൂടെ ബിയിലെ മെട്രിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ 4 -6 -3 8 -11 10. അപ്പോൾ ഇതാണ് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഗിവൺ മെട്രിക്സിന് എന്ത് ചെയ്യണം? അപ്പർ ട്രയാങ്കുലർ ഫോം ആക്കി മാറ്റണം. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം സീറോ ആക്കുക. അപ്പോൾ ഇവിടെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് 4ഉം 8ഉം ആണ്. 4ഉം 8ഉം. അപ്പോൾ 4ൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം നമുക്ക് സീറോ ആക്കണം. അപ്പോൾ -3 ആ എലിമെൻറ്റ് നമുക്ക് സീറോ ആവണം. അപ്പോൾ എന്താണ്? R2ലാണ് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ R2 ടെൻസ് ടു എന്തായിരിക്കും? R2 + 3/4 R1 ആയിരിക്കും. അപ്പം അങ്ങനെയാണ് -3 പ്ലസ് എന്ത് വരും? 3 -3 + 3 എന്ന് വരും =0. അതുപോലെ സെക്കൻഡ് എലിമെൻറ്റ് 8 + 3/4 × -6 എന്ന് വരും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താണ് 16 - 9 ÷ 2 7/2 എന്ന് കിട്ടും. അതിൻ്റെ തേർഡ് എലിമെൻറ്റ് എന്ന് പറയുന്നത് 10 + 3/4 × -11. അപ്പോൾ 40 - 33 ÷ 4 അപ്പോൾ 7/4 എന്ന് കിട്ടും. അപ്പോൾ 0 7/2 7/4. ഇനി ഇവിടെ ഡയഗണൽ എലിമെൻറ്റ് എന്ന് പറയുന്നത് 7/2 ആണ്. പക്ഷേ 7/2യുടെ താഴെ നമുക്ക് സീറോ ആക്കാനില്ല. അപ്പോൾ ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ ഇതൊരു അപ്പർ ട്രയാങ്കുലർ ഫോം ആയി. ഇനി ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും മെട്രിക്സ് ഫോമിലാക്കി മാറ്റണം. അപ്പോൾ A=B. അതാണ് എയുടെ മെട്രിക്സ് ആദ്യം എഴുതുക. 4 -6 0 7/2 × x. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ് ആണ് എക്സ് വൈ. ഈ ക്യാപിറ്റൽ ബി ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ -11 7/4 ആണ്. ഇനി ഈ മെട്രിക്സിനെ സോൾവ് ചെയ്യണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 4x - 6y = -11. അപ്പോൾ 0x + 7/2y = 7/4. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടും y = 7/4 × 2/7 = 2/4 = 1/2. ഈ വൈയുടെ വാല്യൂ എടുത്ത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ 4x - 6y = -11. അപ്പോൾ 4x = -11 + 6y. 4x = -11 + 6 × 1/2. അപ്പോൾ 4x = -8 എന്ന് വരും. അപ്പോൾ x = -2. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ആണ്. therefore the solutions are x = -2 and y = 1/2. The second question ആണ് solve the augmented matrix 2 4 1 0 -1 1 -2 0 4 0 6 0.
അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് ഓഗ്യുമെൻ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓഗ്യുമെൻ്റ് മെട്രിക്സിനെ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞ് ഈ മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ ഫോമാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് റോയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് എലിമെൻറ്റ് വരുന്ന -1 ആണ്. അപ്പോൾ -1 നമുക്ക് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലിമെൻ്റ് ആയാലേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഈ R1 R2 കൂടെ ഇൻ്റർചേഞ്ച് ചെയ്തു. അവിടെ 1 വന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് -1 1 -2 0 2 4 1 0 4 0 6 0 എന്ന് കിട്ടും. ഇവിടെ ഡയഗണൽ എലിമെൻ്റ് എന്ന് പറയുന്നത് -1 4 6 അങ്ങനെ വരുന്നത്. അപ്പോൾ -1ൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. അപ്പോൾ R2 ടെൻസ് ടു എന്തായിരിക്കും, R2 + 2R1. അപ്പോൾ ആ സെക്കൻഡ് റോ എന്തായിട്ട് ചേഞ്ച് ആവും, 0. അപ്പോൾ 4 + 2 ആണ്, അപ്പോൾ 6. അപ്പോൾ 1 -4 ആണ്, അപ്പോൾ -3 എന്ന് വരും. അടുത്ത 0. ഇനി R3 അതുപോലെ ചേഞ്ച് ആക്കണം, R3യും 0 ആക്കണം. അപ്പോൾ R3 + 4R1 ആണ്. ഫസ്റ്റ് റോയിലോട്ടാണ് എല്ലാം ചേഞ്ച് ആവേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോയുടെ താഴെയുള്ള ഡയഗണൽ എലിമെൻറ്റ്സ് ആണ്, ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0. അപ്പോൾ നമുക്ക് ആ റോയിലോട്ടാണ് എല്ലാം മാറ്റേണ്ടത്. അപ്പോൾ R3 ടെൻസ് ടു എന്തായിരിക്കും, R3 + 4R1. അപ്പോൾ 0 4 -2 0. ഇനി ഇവിടെ ഡയഗണൽ എലിമെൻ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. അപ്പോൾ R3 - 4/6 R2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പോൾ 6R3 - 4R2 അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്രാക്ഷനായിട്ട് എഴുതിയിരിക്കുന്നത് R3 - 4/6 R2. അപ്പോൾ താഴെയുള്ള റോസ് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ ഇതൊരു അപ്പർ ട്രയാങ്കുലർ ഫോമായി. ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഇനി ഈ മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്കൊരു മെട്രിക്സ് ഫോമിലാക്കി മാറ്റണം. AX = B. അപ്പോൾ ലാസ്റ്റ് കോളം കളഞ്ഞുള്ള മെട്രിക്സ് ആണ് A. -1 1 -2 0 6 -3 0 0 0. ഇനി ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. X Y Z = 0 0 0. ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ -x + y - 2z = 0. അപ്പോൾ 0x + 6y - 3z = 0. അപ്പോൾ 0x + 0y + 0z = 0. ഇപ്പോൾ തേർഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 0x + 0y + 0z = 0 ആണ്. ഇത് കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് അതിൽ സൊല്യൂഷൻ കിട്ടത്തില്ല. XYZൻ്റെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് 2 ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസിയർ മെത്തേഡ് ഉണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പം എക്സിൻ്റെ ടേംസ് നോക്കാൻ പാടില്ല. അപ്പോൾ വരുന്നത് y - 2z = 0 ആണ്. 6y - 3z = 0 ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോക്കുക. അപ്പോൾ 1 - 2 6 - 3 കോഎഫിഷ്യൻ്റ് ഓഫ് y ആൻഡ് z ആണ് = y ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ y നോക്കാൻ പാടില്ല. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും ഇസഡും നോക്കുക, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ -1 -2 0 -3 = z ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഇസഡ് നോക്കില്ല, എക്സും വൈയുടെ കോഎഫിഷ്യൻസ്. അപ്പോൾ -1 1 0 6. അപ്പോൾ x/3 = y/1 = z/-2. അപ്പോൾ x = 3 y = 1 and z = -2. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് y + 3z = 9 2x + 2y - z = 8 - x + 5z = 8. ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിനാദ്യം നമുക്ക് ഓഗ്യുമെൻ്റ് മെട്രിക്സ് എടുത്ത് എഴുതണം. അപ്പോൾ 0 1 3 9 2 2 -1 8 -1 0 5 8. ഇതിനെ റെഡ്യൂസ് ചെയ്ത് അപ്പർ ട്രയാങ്കുലർ ഫോം ആക്കുക. ഇവിടെ നോക്കുക, അപ്പർ ട്രയാങ്കുലർ ഫോം ആക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ അപ്പർ ട്രയാങ്കുലർ ഫോം ആക്കുമ്പം ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം നമുക്ക് 0 ആക്കണം. പക്ഷേ ഇവിടെ ഡയഗണൽ എലിമെൻറ്റ് നമുക്ക് വന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ 0 ഒരിക്കലും ഡയഗണൽ എലിമെൻറ്റ് ആവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, R1 R2 കൂടെ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 2 2 -1 8 0 1 3 9 -1 0 5 8. അപ്പോൾ 2ൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. സെക്കൻഡ് റോയിൽ ഓൾറെഡി അവിടെ 0 ആണ്. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പോകണ്ട. അപ്പോൾ അതിൻ്റെ അടുത്ത റോ എടുക്കുക -1. അപ്പോൾ അവിടെ എന്താണ്, R3 ചേഞ്ചസ് ടു R3 + 1/2 R1 ആണ്. അപ്പോൾ 0 1 9/2 12 എന്ന് വരും.
അപ്പോൾ ഇവിടെ ഡയഗണൽ എലിമെൻറ്റ് വരുമ്പം അടുത്ത 1 ആണ്. അപ്പോൾ 1ൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. അപ്പോൾ R3 മൈനസ് R2 ആയിരിക്കും. അപ്പോൾ 0 0 3/2 3 ആണ്. അപ്പോൾ ഇതൊരു അപ്പർ ട്രയാങ്കുലർ ഫോമായി. ഇതിനെ റെഡ്യൂസ് ചെയ്ത് മെട്രിക്സ് ഫോമിൽ എഴുതുക. 2 2 -1 0 1 3 0 0 3/2 into xy z is equal to 8 9 3. അപ്പോൾ 2x plus 2y minus z equal to 8. 0x plus y plus 3z equal to 9. 0x plus 0y plus 3/2z equal to 3. ഇപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ 3/2z equal to 3 ആണ്. ദിസ് ഇംപ്ലൈസ് z equal to 2 ആണ്. ഈ വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് y equal to 3 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? z 2 എന്ന് കൊടുക്കണം, y 3 എന്ന് കൊടുക്കണം. അപ്പോൾ ആ ഇക്വേഷൻ x is equal to 2 എന്ന് കിട്ടും.